പത്തനംതിട്ട അടൂരിലെ വാഹനാപകടത്തിൽ ദുരൂഹത. അമിത വേഗതയിൽ കാർ ലോറിയിൽ ഇടിപ്പിച്ചതായി പോലീസിന് സംശയം. അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. അനുജ, ഹാഷിം എന്നിവരാണ് മരിച്ചത്. സുജു ടി ബാബുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശരി, സുജു ടെലിഫോൺ ലൈനിലാണ് ഉള്ളത്. സുജു, എപ്പോഴാണ് അപകടം സംഭവിച്ചത്? ഇത് മനഃപൂർവ്വം ഇടിപ്പിച്ചു എന്ന സംശയിക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? കീർത്തി, ഇന്നലെ വൈകിട്ട് രാത്രി 10 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ സ്കൂളിലെ അധ്യാപികയാണ് മരിച്ച അനുജ. 36 വയസ്സുള്ള അനുജ. ഇന്നലെ വൈകിട്ട് ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വിനോദയാത്ര നടത്തിയ ശേഷം ഈ അധ്യാപകർ അടങ്ങുന്ന സംഘമാണ് വിനോദയാത്ര നടത്തിയത്. സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രയായിരുന്നു. അതിനുശേഷം അനുജ അടങ്ങുന്ന ബസ് വരികയും കുളക്കട എത്തിയപ്പോഴാണ് ഹാഷിം ഈ ബസ് തടഞ്ഞുകൊണ്ട് ഹാഷിമിൻ ഈ അനുജയെ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുകയായിരുന്നു. ഈ സമയത്ത് തന്നെ അധ്യാപകർക്ക് സംശയം തോന്നി. കാരണം ഹാഷിമിൻ അധ്യാപകരെ മറ്റ് സഹാധ്യാപകരെ സംബന്ധിച്ചോളം അപരിചിതനാണ്. അങ്ങനെയാണ് അധ്യാപകർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. ഈ കുളക്കടയിൽ നിന്ന് അധികം ദൂരമില്ല ഈ അപകടം നടക്കുന്ന പട്ടാഴിമുക്ക്. ഏതാണ്ട് 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ ഹാഷിമും അനുജയും സഞ്ചരിച്ച കാറ് അമിത വേഗത്തിൽ ചെന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ സമയത്ത് വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ ഹാഷിമും അതുപോലെ അനുജയും കൊല്ലപ്പെടുന്നത്. ഇതിൽ ദുരൂഹത ഇപ്പോൾ പോലീസ് സംശയിക്കുകയാണ്. കാരണം ഈ ഹാഷിം ഈ വാഹനം മനഃപൂർവ്വം ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയോ എന്ന സംശയമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസിനകത്ത് ദുരൂഹത സംശയിക്കുന്നതും ഇതിൻ്റെ അകത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഹാഷിമിൻ ബസ് ഡ്രൈവറും അതുപോലെ തന്നെ അനുജ സ്കൂൾ അധ്യാപികയുമാണ്. ഈ അനുജ ഏത് സാഹചര്യത്തിലാണ് ഈ ഹാഷിമിനൊപ്പം ഈ കാറിൽ സഞ്ചരിച്ചെന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതുപോലെ തന്നെ ഈ അപകടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, അതായത് ഇത് വാഹനം സ്വമേധ ഇടിച്ചു കയറ്റിയതാണോ എന്ന തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറിൽ മാത്രമേ വ്യക്തത വരുള്ളൂ. പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ ദുരൂഹത ഉള്ള സാഹചര്യത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കീർത്തി, സുജുവാണ് വിവരങ്ങൾ.